25 ഗ്രാമിൻ്റെ 5 പാക്കറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മളിട്ടത്. ഇനി അതിന് പുറത്തേക്ക് നമുക്ക് ഒരു 3-4 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3 സ്പൂൺ ഷുഗറും പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലിങ്ങനെ കട്ടയൊന്നും പിടിച്ചെടുക്കാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പാത്രത്തിൽ മാറ്റി വെക്കേണ്ടത്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതുപോലെ തന്നെ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ ഈ ബ്രൂവിൻ്റെ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒരേ സമയം തന്നെ നമുക്ക് അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് കുറുക്കി എടുക്കേണ്ടതാണ്. രണ്ടും ഏകദേശം ഒരേ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ പാവ് പോലെ നമുക്കിങ്ങനെ കുറുകി കിട്ടി. ഇനി നമുക്ക് ഇതിങ്ങനെ 2 ബൗളെടുത്ത് അതിലേക്ക് ആദ്യം ആ ഒരു വൈറ്റും പിന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡും നമുക്കതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അതിനും മുകളിലായിട്ട് നമുക്ക് പിന്നെയും കുറച്ചുകൂടി ആ ഒരു വൈറ്റും പിന്നെ അതിൻ്റെ മുകളിൽ 4-മതായിട്ട് ബ്രൗണിൻ്റെ കുറച്ച് ഭാഗവും കൂടി അങ്ങനെ നമുക്കിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി ഇങ്ങനെ ചെയ്ത് നമുക്ക് ഈ ഒരു ഡിസൈനിലാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കൂടെ വയ്ക്കാം. ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുക്കുക. നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കേട്ടോ കിട്ടുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. നല്ല സ്മൂത്തായിട്ട് നമുക്കൊരു പീസ് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.